ഭക്തിയുടെ നിറവിൽ കർക്കിടകം 16-ാം നാളിൽ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വേടൻ കെട്ടിയാടി. MV വസുദേവ്, ദേവന എന്നീ കുരുന്നുകളാണ് വേടൻ കെട്ടിയത്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ കർക്കിടകം 16-ന് ഏറെ പ്രത്യേകതകളുണ്ട്. ആദിയും വ്യാധിയും അകറ്റാൻ വേടൻ കെട്ടിയാടും. ഏറെ ഭക്തി നിർഭരമായ ഒരു കാഴ്ച കൂടിയാണത്. കർക്കിടകത്തിലെ മാരിയും പീഡകളും ദൂരീകരിക്കാനാണ് ആടിയും വേടനും കെട്ടിയാടുന്നത്. എല്ലാ വർഷവും കർക്കിടകം 16-ാം നാളിൽ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വേടൻ കെട്ടിയാടും. MV വസുദേവ്, ദേവന എന്നീ കുരുന്നുകളാണ് ഇത്തവണ വേടൻ കെട്ടിയത്. നിരവധി ഭക്തജനങ്ങളാണ് ഇക്കുറിയും ക്ഷേത്രത്തിലെത്തിയത്. കർക്കിടകത്തിൽ വീടുകളിലും വേടൻ എത്താറുണ്ട്. ഒറ്റച്ചെണ്ടയുടെ അകമ്പടിയോടെ എത്തുന്ന വേടൻ വീട്ടിലെ ചേഷ്ടയെ അകറ്റുമെന്നാണ് വിശ്വാസം. വേടൻ കെട്ടിയാടുന്നതിന്റെ ഐതിഹ്യം ഇങ്ങനെ: മുഖാസുരനെ കൊല്ലും വേണം, അർജുനന് പാശവദാസനം കൊടുക്കും വേണം. അതാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ അങ്ങനെ കാട്ടിൽ വന്ന് തായാവല കെട്ടി തണവിൽ നിന്നിരുന്ന് തായാവല കെട്ടി എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട വില്ല് ആ കെട്ടി കാടിളക്കി ഭൂതഗണങ്ങളും ആൾക്കാരും എല്ലാവരും കൂടി കാടിലേക്ക് വന്ന് അങ്ങനെ അർജുനൻ തപസ്സിരിക്കുന്നതിൻ്റെ ഇപ്പുറത്ത് ഒരു ഗുഹയിലാണ് ഈ മുഖാസുരൻ പന്നിയായിട്ട് ഒരു മനുഷ്യാപത്താലാണ് പന്നിയായിട്ട് അവിടെ ഉള്ളത്. ആ പന്നിയായിട്ടുള്ള സമയത്ത് ഈ കാട് ഇളക്കുന്ന സമയത്ത് പന്നി ആ ഗുഹയിൽ നിന്ന് പുറത്ത് വരുന്നു. അപ്പോൾ ശിവൻ കാട്ടാളനായിട്ട് പോയതാണ്. എന്നിട്ട് അമ്പ് ചെയ്തു. ആ അമ്പ് ചെയ്ത സമയത്ത് പന്നി നേരെ പോയി വീണത് അർജുനൻ തപസ്സിരിക്കുന്നെടുക്കാം. അപ്പോൾ അർജുനൻ തപസ്സിരിക്കുന്നെടുക്കാൻ പോയിട്ട് വീണ സമയത്ത് കാട്ടാളൻ പറഞ്ഞു, ഞാൻ എഴുതിയ എൻ്റെതാണ് മിരുവ്. അതിനും അർജുനൻ പറയുന്നതല്ല, ഞാനാ എഴുതിയിരുന്നു. അപ്പോൾ അവർ രണ്ടാളും വാഗ്വാദമായി. അപ്പോൾ അന്നേരം പാർവതി കാട്ടാളത്തിയായിട്ടുണ്ട്, പിന്നെ എഴുതുന്ന വാണെല്ലാം പുഷ്പമായി പോട്ടു എന്ന് ശപിക്കുന്ന പാർവതി. അങ്ങനെ യുദ്ധം തുടങ്ങി രണ്ടാളും, അർജുനനും കാട്ടാളനുമായിട്ട് യുദ്ധം തുടങ്ങിയിട്ട് അർജുനൻ്റെ വില്ലെടുത്തിട്ട് കാട്ടാളുടെ തലക്കടിക്കുന്നു. അവിടെയാണ് വിശ്വരൂപം പോകുന്നത് ശിവൻ്റെ. അപ്പോൾ അറിഞ്ഞില്ല ഭഗവാനെ, എനിക്ക് നിങ്ങളാന്ന് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് എൻ്റെ തെറ്റ് വന്നതെല്ലാം പൊറുക്കണം, എനിക്ക് ഈ പാശവദാസനം തരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭഗവാൻ പാശവദാസനം കൊടുത്തു. പിന്നെ ഭൂമിയിലേക്ക് മാരിയും ചൂരിയും മെയ്യലസിയെല്ലാം തീർക്കാനായിക്കൊണ്ട് ജ്യേഷ്ഠാഭൂതി പറഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വേടൻ രൂപമായിട്ട് പിന്നെ വീടുകളിലെല്ലാം കർക്കിടക മാസം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അന്നപൂർണേശ്വരി അമ്പലത്തിൽ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ്. MV മുരളി പണിക്കർ, P സതീശൻ പണിക്കർ, P പ്രകാശൻ പണിക്കർ, വിപിൻ ദാസ്, അനീഷ് പണിക്കർ, KV സന്തോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അന്നപൂർണേശ്വരിയുടെ തിരുനടയിൽ അനുഗ്രഹവർഷം ചൊരിഞ്ഞ കുഞ്ഞു തെയ്യങ്ങൾ എത്തിയപ്പോൾ അതേറെ ഭക്തി നിറയ്ക്കുന്ന കാഴ്ചയായി മാറി. നിരവധി പേരാണ് ചടങ്ങിന് സാക്ഷ്യം വഹിച്ചത്. നികേഷ് താവത്തിനോടൊപ്പം ഷാരിമരാജൻ, കണ്ണൂർ വിഷൻ.